പൂരദിവസത്തെ സുരേഷ് ഗോപിയുടെ ആംബുലൻസ് യാത്രയിൽ PR ഏജൻസി ജീവനക്കാരൻ്റെ മൊഴിയെടുക്കും. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയ അഭിജിത്തിനെയാണ് മൊഴിയെടുക്കാൻ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായ നടപടികളെ 3 തട്ടുകളിലായി 3 തലങ്ങളിലായിട്ടാണ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്, അതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കമാണോ ഇപ്പോഴുള്ളത്? തൃശൂർ ഈസ്റ്റ് പോലീസ് സുരേഷ് ഗോപിയുടെ വർക്കുകൾ ചെയ്ത തെരഞ്ഞെടുപ്പ് കാലത്ത് വർക്കുകൾ ചെയ്ത അഭിജിത്തിനെ വിളിച്ചു വരുത്തിയത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണോ? കഴിഞ്ഞ ദിവസം VS സുനിൽകുമാർ ഈ അന്വേഷണ സംഘം മുമ്പാകെ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയതും വാർത്തയായിരുന്നല്ലോ. ശരത്ത്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ പൂരം ദിവസം രാത്രിയിലെ ആംബുലൻസ് യാത്രയിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന PR ഏജൻസി ഉദ്യോഗസ്ഥനായിട്ടുള്ള അഭിജിത്തിനെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് തൃശൂർ ഈസ്റ്റ് പോലീസ് വിളിച്ചിരിക്കുന്നത്. വരാഹ ഏജൻസി, അങ്ങനെ ഒരു PR ഏജൻസി ആയിരുന്നു സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഈ വരാഹ ഏജൻസിയുടെ ജീവനക്കാരനായ അഭിജിത്താണ് ഈ പൂരം കലക്കൽ ദിവസം രാത്രി തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സുരേഷ് ഗോപി എത്തിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തില് അഭിജിത്തിനെ ചോദ്യം ചെയ്യുന്നതിനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശരത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം മൊഴി കൊടുത്ത ശേഷം VS സുനിൽകുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ തോതിലുള്ള ഗതാഗത നിയന്ത്രണം, വാഹനങ്ങൾ പോലും കടന്നു പോകുന്നതിന് നിരോധനമുള്ള പ്രദേശത്തുകൂടി ഭാഗത്തുകൂടി എങ്ങനെയാണ് ഒരു ആംബുലൻസിൽ BJP സ്ഥാനാർത്ഥി ഈ ദേവസ്വം ഓഫീസിൽ എത്തിയത് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതടക്കമുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ അറിവ് മൊഴിയായി ഈ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ അഭിജിത്തിനെ പോലീസ് വിളിച്ചു വരുത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ആ പുലർച്ചെ സമയത്ത് എങ്ങനെയാണ് സുരേഷ് ഗോപി ഒരു ആംബുലൻസിൽ അവിടെ എത്തിയത്, അതുതന്നെയും വലിയ വിവാദമായിരുന്നു. അത് ആംബുലൻസിൽ പോയിട്ടേ ഇല്ല, കയറിയിട്ടേ ഇല്ല എന്ന് പറയുന്ന നിലയാണ് സുരേഷ് ഗോപി സ്വീകരിച്ചത്. അത് BJP നേതാക്കളുടെ തന്നെ വാദത്തെ നിരാകരിക്കും മട്ടിലായി. പുറത്തു വന്ന ദൃശ്യമാധ്യമങ്ങളുടെ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടുമാണ് അങ്ങനെ പിന്നീട് അതിൽ നിന്ന് മാറ്റി പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു വസ്തുതയാണ് ആംബുലൻസിൽ ആ സമയത്ത് അവിടെ എത്തി എന്നുള്ളത്. അതടക്കം ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെ ഏതൊക്കെ തരത്തിലാണ് പ്രചാരണ വിധേയമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, ഇതിലൊക്കെയുള്ള ഇവരുടെ പങ്കാണോ അന്വേഷണ സംഘം അഭിജിത്തിനെ വിളിച്ചു വരുത്തുന്നതിലൂടെ അറിയാൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും ശരത്ത് പറഞ്ഞ പോലെ തന്നെ പൂര ദിവസം തൃശൂർ റൗണ്ടിലേക്ക് വാഹനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ആക്സസും ലഭിക്കില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിവാദം പെട്ടെന്ന് രാത്രി പൊട്ടിപ്പുറപ്പെടുകയും അവിടേക്ക് അന്നത്തെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ എത്തുകയും ചെയ്തത്. ഈ ആംബുലൻസിൽ എത്തിയതിനെ കുറിച്ച് തന്നെ വലിയ വിവാദം അന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇത്തരം ഒരു ആംബുലൻസ് പൂരം നടക്കുന്ന വേദിയിലേക്ക് സ്ഥാനാർത്ഥിയെ കൊണ്ട് എത്തിച്ചത്? ഇത് വളരെ കൃത്യമായിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടന്ന കാര്യമാണ്. അവിടെ വന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വീഡിയോ ആക്കുന്നു, അതെല്ലാം പിറ്റേ ദിവസം തൊട്ട് പ്രചരിപ്പിക്കുന്നു. അതായത് പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ സർക്കാരും മറ്റ് സംവിധാനങ്ങളും ശ്രമിക്കുന്നു. എന്നാൽ പൂരത്തിനെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളുടെ പൂരം എന്ന വികാരം വ്രണപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന ഒരാളായിട്ട് താൻ അവതരിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണമായിരുന്നു തൊട്ടടുത്ത ദിവസം തൊട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ഇത്തരത്തിലുള്ള വരാഹ എന്ന് പറയുന്ന ഒരു PR ഏജൻസിയുടെ നിയന്ത്രണത്തിൽ നടന്നിട്ടുള്ള ഒരു കൃത്യമായിട്ട് തിരക്കഥയുടെ ഭാഗമായിട്ടുള്ളതാണ് എന്നൊരു അനുമാനത്തിലാണ് ഈ വരാഹയുടെ ജീവനക്കാരനായി അന്ന് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ വരാഹയുടെ ജീവനക്കാരനായ അഭിജിത്തിനെ തന്നെ വിളിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കുന്നത് എന്താണ് ഈ ആംബുലൻസിൽ ഇദ്ദേഹത്തിനോടൊപ്പം എത്താനുണ്ടായ സാഹചര്യം എന്താണ്, ഇത് ഏതൊക്കെ രീതിയിലാണ് പിന്നീട് ഉപയോഗിച്ചിട്ടുള്ളത്, ഇതിനകത്ത് ഏതൊക്കെ രീതിയിൽ ആർക്കൊക്കെ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് കൃത്യമായിട്ട് പരിശോധിക്കുന്നത്. വളരെ ശക്തമായി കൃത്യമായ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമം നടന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ 3 തലങ്ങളിലായി അന്വേഷണം പ്രഖ്യാപിച്ചത്. ADGP തലത്തിലുള്ള അന്വേഷണങ്ങളാണ്. ആ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഏറ്റവും ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് സ്ഥാനാർത്ഥിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിൽ പങ്കാളിയായിരുന്ന PR ഏജൻസിയിലെ ജീവനക്കാരൻ അഭിജിത്തിനെ തൃശൂർ ഈസ്റ്റ്
പോലീസ് ഇന്നിപ്പോൾ മൊഴിയെടുക്കാൻ വിളിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിവിധ സാഹചര്യങ്ങളാണ്, എന്തുകൊണ്ട് വിളിച്ചു എന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് ശരത് ഓങ്ങല്ലൂർ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നൽകിയത്.